കോഴിക്കോടുമായി ഹൃദയബന്ധം സൂക്ഷിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. വിദ്യാർത്ഥി നേതാവായ കാലം മുതൽ തുടങ്ങിയതാണ് ചരിത്ര നഗരവുമായുള്ള ബന്ധം. ജൂലൈ 3 പാർട്ടി മേഖലാ റിപ്പോർട്ടിങ്ങിനാണ് അവസാനം അദ്ദേഹം കോഴിക്കോട്ടെത്തിയത്. 1.5 മാസം മുമ്പാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവസാനമായി കോഴിക്കോടെത്തിയത്. ജൂലൈ 3 CPIM മേഖലാ റിപ്പോർട്ടിംഗ് ആയിരുന്നു അവസാന പരിപാടി. 2 രാത്രി കരിപ്പൂരെത്തി നേരെ കോഴിക്കോടേക്ക്. തീർത്തും ആരോഗ്യവാനായി അന്ന് യെച്ചൂരി സരോവരത്തെ ട്രേഡ് സെന്ററിൽ പരിപാടിയിൽ പങ്കെടുത്തു. സൗമ്യനായി ചിരിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി. ഹൃദയത്തോട് ചേർത്ത് വെച്ച ഇടമായിരുന്നു യെച്ചൂരിക്ക് കോഴിക്കോട്. തിരിച്ചും അതേ സ്നേഹം നൽകി കോഴിക്കോട്ടുകാർ. താനുമായി സൗഹൃദം പങ്കുവെക്കാൻ മുന്നോട്ട് വരുന്ന എല്ലാവരുമായും, അത് കുട്ടികളുണ്ടാകും, ചെറുപ്പക്കാരുണ്ടാകും, പ്രായമായവരുണ്ടാകും, തൊഴിലാളികളുണ്ടാകും, അതുപോലെ കോഴിക്കോട്ടെ ബിസിനസ് മേഖലയിലുള്ള ആളുകളുണ്ടാകും. എല്ലാവരുമായും ചിരിച്ച് സൗഹൃദം പങ്കുവെച്ച് സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ അദ്ദേഹം ഒരു കോഴിക്കോട്ടുകാരനെ പോലെയായിരുന്നു കോഴിക്കോട്ടെത്തിയാൽ. ഒരുപക്ഷെ കോഴിക്കോടിന് മാത്രമായിരിക്കില്ല അത് ഇങ്ങനെ ഒരു അനുഭവം പറയാനുണ്ടാകുക. രാജ്യത്ത് എവിടെ എത്തിച്ചേർന്നാലും ആ എത്തിച്ചേരുന്ന പ്രദേശത്തെ സാധാരണ മനുഷ്യരിൽ ഒരാളായിട്ട് അദ്ദേഹം അങ്ങോട്ട് മാറുമായി. ഓഗസ്റ്റ് 19 യെച്ചൂരി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന കൃഷ്ണപിള്ള അനുസ്മരണ ദേശീയ സെമിനാർ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മാറ്റിവെച്ചത്. ജനറൽ സെക്രട്ടറി ആയതിനു മുൻപും ശേഷവും നിരവധി പൊതുപരിപാടികളിൽ യെച്ചൂരി കോഴിക്കോട് പങ്കെടുത്തു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുമെത്തി. സ്വതസിദ്ധമായ ശൈലിയിൽ ലാളിത്യത്തോടെ സംസാരിക്കുന്ന യെച്ചൂരിയെ കേൾക്കാൻ എല്ലായിടത്തും ആളുകൾ തടിച്ചുകൂടുമായിരുന്നു. കോഴിക്കോട് കേൾക്കാനിരുന്ന നിരവധി വാക്കുകൾ ബാക്കിയാക്കിയാണ് പ്രിയ സഖാവിൻ്റെ അപ്രതീക്ഷിത മടക്കം. കൈരളി ന്യൂസ്, കോഴിക്കോട്.